അവസാനമായി ചോദിക്കാനുള്ളത്, നിങ്ങൾ ഉന്നയിച്ചത് ഇസ്തസ്തലി ഉമ്മത്തിക്ക എന്ന അസർ ശിർക്കാണെന്ന് നിങ്ങൾ വാദിക്കുന്നു. ഞാൻ വാദിക്കുന്നു അത് ശിർക്ക് അല്ല. നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോ? ഈ അസർ എന്താണ്? ഹദീസ് അല്ലാത്തതാണ്. ഇതിനും വേണമെങ്കിൽ ഹദീസ് എന്ന് പറയാം. പക്ഷേ പൊതുവെ അങ്ങനെല്ലാം ചോദിച്ചു. ഈ നിലപാടുകൾക്ക് അസർ എന്ന് പറയപ്പെടുന്നു. അതെല്ലാം ഹദീസ് അല്ലാത്ത ശേഷമുണ്ടായ സ്വഹാബത്തിന്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അസറിന്റെ ഇസ്തിലാഹല്ല ഞാൻ ചോദിച്ചത്. അസറിന്റെ ഇസ്തിലാഹല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഈ പറഞ്ഞ അസറുണ്ടല്ലോ, നിങ്ങൾ ഈ ഉദ്ധരിച്ച സംഭവം അസർ എന്ന് പറഞ്ഞിട്ട് ഇതിലെന്താ ഉള്ളത്? ഇതിലുള്ളത് ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ ചെന്നു. കേട്ടോ കേട്ടോ, ഖബറിലേക്ക് ചെന്നു. അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ല അവർക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇസ്തസ്തിലി ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിനു വേണ്ടി അവിടുന്ന് മഴ ചോദിക്കണം. ഫഇന്നഹും ഖദ് ഹലകൂ, അവർ ഹലാക്കാക്കിയിരിക്കുന്നു, മഴ ചോദിക്കണം എന്നതാണ്. ഞാൻ പറയുന്നു ഇതിൽ ഇസ്തിഗാസ ഇല്ല. ഇസ്തിഗാസ ഇല്ല എന്നതുകൊണ്ട് ഒരിക്കലും ഇമാമുകൾ ഇത് ഉദ്ധരിച്ചതു എന്നതുകൊണ്ടും ഒരിക്കലും അതിൽ അപകടകരമായ ഒന്നുമില്ല എന്നതുകൊണ്ട് ആ അസർ ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. എന്നാൽ അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരാൾക്ക് ഖബറിലെടുക്കൽ പോയി എന്ന് പറയാമോ? അത് പറയാമെന്നും ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കൂല. എന്തുകൊണ്ടെന്നാൽ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ റസൂലുള്ളാഹിയുടെ ഖബറിലെടുക്കൽ പോയതുകൊണ്ട് മഴ ചോദിച്ച സംഭവം വേറെ ഉദ്ധരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കിബാറു സ്വഹാബത്ത് എല്ലാം തന്നെ മഴ ചോദിക്കാൻ അവർ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മാർഗങ്ങളാണ് സ്വീകരിച്ചത്. ആരും തന്നെ റസൂലുള്ളാഹിയുടെ ഖബറിലെടുക്കലേക്ക് പോയിട്ടില്ല. എന്നാൽ ഒരാൾ ഇങ്ങനെ